ഹായ്, നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന പരിപ്പും ചീരയും ഒഴിച്ചുകറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആലു ടിക്കിയാണ്. ആലു ടിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പൊട്ടറ്റോ വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക കട്ട്ലേറ്റ് പോലെ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ്, ഒരു സ്പൈസി സ്നാക്കാണ്. അതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ അതിൽ വേണമെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല, പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ആയതുകൊണ്ട് കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ ഇടാം, അത് ഇഷ്ടമാണെങ്കിൽ കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഐറ്റംസിൽ ഒന്നാണത്. അമ്മമാർ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മക്കളെ അമ്മമാരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെയാണ് ഡ്യൂട്ടി. ആൻറ്റി അയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് ആലു ടിക്കി തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ആലു ടിക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടി ആദ്യം എന്താ വേണ്ടത്? ആലു, അതായത് പൊട്ടറ്റോ ഞാനിവിടെ 1 കിലോ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ് 5 എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഒരു വിസിൽ വെച്ചിട്ട് ഒരു കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണത്. പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു ഉപ്പിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് അവസാനം മാത്രം ഒരു ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതായത് ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് മാഷ് ചെയ്യാൻ പാടില്ല, അതായത് ഒരുപാട് ഓവറായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് പൊട്ടറ്റോ കടിക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ വെച്ചിട്ടോ നമുക്കൊന്ന് മാഷ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ മാഷറാണ് എടുക്കുന്നത്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുക എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ലുലുന്നാണോ അതോ ചോയത്തുറാമിന്നാണോ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി മേലെ ഞാൻ സൂക്ഷിക്കാം. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാം. കാരണം നമ്മൾ പല കടകളിൽ നിന്ന് പോയി സാധനം വാങ്ങിക്കുമ്പോണ്ടല്ലോ ഓർമ്മ നിൽക്കുന്നില്ല അത് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന്. പിന്നെ ഇതുപോലെ തന്നെ ജ്യൂസറിൻ്റെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഒരു സ്മൂത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നമ്മുടെ ജാൻചേട്ടൻ്റെ ജ്യൂസറിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് എടുക്കുക. സ്പൂണിനേക്കാൾ എപ്പോഴും ഫോർക്കാണ് ഇങ്ങനെയൊക്കെ ഇത് ഉടയ്ക്കാൻ നല്ലത് കേട്ടോ. പിന്നെ പൊട്ടറ്റോ തന്നെ പലതരത്തിൽ കിട്ടും നമുക്ക്. ചില പൊട്ടറ്റോ ആണെങ്കിൽ നല്ല പൊട്ടറ്റോ ആയിരിക്കും, അതായത് ഇങ്ങനെ ഉതിർന്ന് വരും. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സ്റ്റിക്കി ആയിരിക്കും, ഒരുമാതിരി പശ പോലെ ഇരിക്കും. അങ്ങനത്തെ പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ പരിപ്പൊടിയുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത പൊട്ടറ്റോ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പൊട്ടറ്റോ എനിക്കിപ്പോൾ നോക്കിയെടുക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. എനിക്ക് കണ്ടാൽ അറിയാം ഏകദേശം എങ്ങനെയാണ് നല്ല പൊട്ടറ്റോ എന്ന്, പക്ഷേ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് മതി. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 3 സാധാരണ ബ്രെഡില്ലേ, വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, വൈറ്റ് ബ്രെഡ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അല്ലാതെ എന്താ പറയുക നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ വൈറ്റ് ബ്രെഡ് എടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോൻ്റെ വാട്ടർ കണ്ടന്റ് ഒരുപാടുള്ളപ്പോൾ നമുക്ക് ശരിക്കും ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ബ്രെഡും കൂടെ നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെഡ് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. 1 2 3. ഇപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കാം വൈറ്റ് ബ്രെഡിന് പകരമായിട്ട് മറ്റേ ബ്രൗൺ ബ്രെഡ് ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ചേർക്കാം. എൻ്റെ കയ്യിൽ വൈറ്റ് ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ബ്രെഡ് ചേർത്തു എന്ന് മാത്രം. നിങ്ങളുടെ ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അവസാനം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിനി ഇതിലേക്ക് ചേർക്കാൻ പോകണം എന്താണെന്നറിയാമോ? അതിക്കൂട്ടാ സൗണ്ട് ഒന്ന് കുറയ്ക്കോ? പച്ചമുളക്. ഇപ്പോൾ ഇതൊരു ചെറിയ ടൈപ്പ് പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിന് എരിവ് വളരെ കുറവാണ്. അപ്പോൾ മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, അതായത് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് കുരുമുളക് പൊടിയോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിൽ രണ്ടും ചേർക്കുന്നുണ്ട്, പച്ചമുളകും ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എരിവ് അത്യാവശ്യം ഇടുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പച്ചമുളക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ടിക്കിക്ക്. അപ്പോൾ ഇത് വളരെ നൈസായിട്ട് ഈ പച്ചമുളക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വീഡിയോയിലും, കാരണം നിങ്ങൾ പറയും കുറേ പേര് എൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ് അല്ലേ. കാരണം ഈ ഇപ്പോൾ 215 216 വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നിരുന്ന ആൾക്കാരാണ്. അതേസമയം ഒരു പൊട്ടറ്റോ ടിക്കി എന്ന് പറഞ്ഞിട്ട് ആലു ടിക്കി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വരുന്ന ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് ബേസിക് മുതൽ മനസ്സിലാക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്തിനാ പറയുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അവർക്കുള്ള ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഞാൻ ഓരോ
റെസിപ്പി ചെയ്യുന്നതും ഒരു ബേസിക് ആയിട്ട് ഐഡിയ ഇല്ലാത്ത വരുന്ന, ഒട്ടും കുക്കിംഗ് അറിയാതെ വരുന്ന ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പേർട്സ് ആയ കുക്സ് എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഈ പച്ചമുളക് അരിഞ്ഞത് നമ്മുടെ പൊട്ടറ്റോയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓവറായിട്ടൊരു കുത്ത് വരും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റുന്ന പരിപാടിയൊന്നുമില്ല. അതായത് സവാളയും പച്ചമുളകൊന്നും ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിൽ സവാള ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചാടി വീഴും അല്ലേ. വലിയ ആൾക്കാരും അതെ, കുഞ്ഞുങ്ങളെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പൊട്ടറ്റോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ല, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മുളക് പൊടി മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എരിവിൻ്റെ അളവൊക്കെ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതെത്തണം. പിന്നെ സാധാരണ രീതിയിൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് അവർ ഇതിൽ ഗരം മസാല ഇടാറുണ്ട്. ചിലവർ മല്ലിപ്പൊടി ഇടുന്നവരുണ്ട്, അതുപോലെ തന്നെ ചിലവർ ചാട്ട് മസാല ഇടുന്നവരുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈവൻ അതുപോലെ തന്നെ ജീരകത്തിന്റെ പൊടി. ഓക്കെ, ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ആലു ടിക്കി കഴിച്ചിട്ടുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. കാരണം ഫ്ലേവർ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരും ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതാണ് ബേസിക് സംഭവം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിൽ ചേർക്കുന്ന മസാലകളുടെ ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റം വരുത്താം. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? മല്ലിയില. ധാരാളം മല്ലിയില ചേർത്ത് കൊടുക്കുക. അതൊരു നല്ല ഫ്ലേവർ തരും നമ്മൾ ആലു ടിക്കിക്ക്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില അവസാനമായിട്ട് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ പുത്രന് മല്ലിയില അധികം ഇഷ്ടമില്ല. അപ്പോൾ ആ മല്ലിയില ഇട്ടിട്ട് അവന് ഇത് ടിക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണിയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ മല്ലിയില പറക്കേണ്ട ഒരു ഗതികേട്. അതുകൊണ്ട് ഞാൻ അവന് ചെയ്യുമ്പോൾ കുറച്ചൊരു പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലാണ് മല്ലിയില ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി. സാധാരണ രീതിയിൽ കോൺഫ്ലോർ ആണ് അവർ ചേർത്ത് കൊടുക്കാറ്. കോൺഫ്ലോറിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് പുട്ടിന്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഒന്നുമില്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി. ഏതായാലും കുഴപ്പമില്ല. ഒരു ക്രിസ്പി എഫക്റ്റ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ ചേച്ചി അരിപ്പൊടി ചേർക്കണം എന്ന് വെച്ചിട്ട് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഓക്കെ, ഇങ്ങനെ ഉരുട്ടാൻ പറ്റുമെന്ന് നോക്കുക. പിടിച്ചു നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാത്തൊരവസ്ഥ വരും. അതാണ് അതിന്റെ പരിവ്. അപ്പൊ നിങ്ങളിത് പിടിച്ചു നോക്കി വീണ്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോന്ന് വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റിക്കി ആവും. നമ്മൾ ആ സ്റ്റിക്കി ആയിട്ടുണ്ടെങ്കിൽ ഉരുട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആകെ ഒട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബ്രെഡിന്റെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ബ്രെഡ് പൊടിച്ചാണ്, റോസ്റ്റ് ചെയ്ത് പൊടിച്ചതല്ല. ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയാണ്. നമുക്കിത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് ഇത് റെഡിയാവുന്ന സംഭവമാണ്. മക്കൾ പറയണം അമ്മ വിശക്കണമെന്ന് 4 മണിക്ക് വന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി ഓൾറെഡി പാറ്റീസ് ആക്കി വെക്കുക. അതിനുശേഷം അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഞാൻ കട്ട്ലേറ്റിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണിത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്കിതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ സംഭവം വായിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ നിങ്ങൾ ഡസ്റ്റ്ബിനിലേക്ക് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഉപ്പിനെ നമ്മൾ പേടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കളർ കാശ്മീരി മുളക് പൊടിയിലാണ് കേട്ടോ. പക്ഷേ എരിവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തെ പേടിക്കൊന്നും വേണ്ട. എരിവൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിനി ഇതിൻ്റെ സ്വാദൊന്ന് നോക്കട്ടെ. അല്പം കൂടെ ആവാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് കുറച്ചും കൂടെ ഇത് ലൂസാവും കൺസിസ്റ്റൻസി. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ നോക്കിയിട്ട് ബ്രെഡിൻ്റെ ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചേച്ചി പറഞ്ഞ പോലെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 ബ്രെഡ് സ്ലൈസ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ 3 എണ്ണമാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് മതിയാകും. കാരണം കൈമിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഒന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് കുറച്ച് പോർഷൻ എടുക്കുക.
ഇത് നന്ദുകുട്ടന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കാൻ ഒരു 3-4 ടിക്കിക്ക് ഉള്ള അളവ് മാറ്റി വെക്കാൻ പോവാണ്. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് മല്ലിയില നന്നായി ചെറുതാക്കി അരിഞ്ഞ് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം മല്ലിയില ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. മല്ലിയില ഇടുമ്പോൾ ഒരു നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇടട്ടെ. മല്ലിയില എപ്പോഴും കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ കൺസിസ്റ്റൻസി മാറ്റം വരും. അപ്പം അത് സൂക്ഷിക്കുക. ഒക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി നിങ്ങൾ ശരിയാക്കാൻ മറക്കരുത് കേട്ടോ. മല്ലിയുടെ ഇല ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു കേരള ഡിഷായിട്ട് മാറും എൻ്റെ കളി. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകം ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ എനിക്കെന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം? കൈ നന്നായി കഴുകിയതിന് ശേഷം ഉരുട്ടി നമുക്കെടുത്ത് വെക്കണം. ഇപ്പോൾ കൈ ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഇതേപോലെ ഉരുളകളായിട്ട് ഉരുട്ടുക. അത് മീഡിയം സൈസ് ഉരുളകൾ കേട്ടോ. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ടയിലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയിലോ ആദ്യം ഉരുട്ടി അതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയിട്ടൊക്കെ അല്ലേ കട്ട്ലേറ്റ് ചെയ്യുക. പക്ഷെ ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. ഇത് വെറും ഇത് മാത്രമേ ഉള്ളൂ, പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി വേറെ ഒന്നിലും നമ്മളിത് റോൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളും ഇതുപോലെ പ്രസ് ചെയ്ത് പാറ്റീസ് ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ എല്ലാതും പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ നന്ദുവിൻ്റെ ഉൾപ്പെടെ, അതായത് ഞാൻ ഇപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന 1 കിലോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതേപോലെ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഫ്രീസറിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുറത്തെടുത്തതിന് ശേഷം അത് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആലു ടിക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഓവറായിട്ട് എണ്ണ ആവശ്യമില്ല. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് സംഭവം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഓരോ ടിക്കീസ് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരമായിട്ട് അവല് നമ്മുടെ വെള്ളവലും ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ട് ആ അവലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാറുണ്ട്. അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രെഡാണ്. കാരണം നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നത് ബ്രെഡ് അല്ലേ. അപ്പോൾ ബ്രെഡ് ഇല്ല, അതേസമയം നിങ്ങളുടെ അടുത്ത് അവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൽ ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് നന്നായി വീർത്ത് വരില്ലേ, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വീർത്ത് വരുമ്പോൾ ആ അവല് ഈ പൊട്ടറ്റോ മാഷ് ചെയ്തിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താൽ മതിയാവും. ഓക്കെ, ആ പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മളുടെ ആലു ടിക്കി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരുത്താൻ പ്രത്യേകിച്ചും ഓർമ്മിക്കുക. എണ്ണയുടെ ചൂട് എപ്പോഴും മീഡിയം ചൂടാവാനേ പാടുള്ളൂ, അല്ലാണ്ട് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല എണ്ണ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാലും എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇട്ട വശം തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പാറ്റീസ് നമുക്ക് പതുക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് വലിയതാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വേവാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് മീഡിയം ഹൈറ്റിൽ നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ചൂട് ഞാൻ പറഞ്ഞില്ലേ, ചൂട് സൂക്ഷിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് എങ്ങനെയാണ് റെസിപ്പീസൊക്കെ കിട്ടുന്നതെന്ന്. ചേച്ചിക്ക് റെസിപ്പീസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും നമ്മുടെ അമ്മയുടെയോ അല്ലെങ്കിൽ ജാൻ്റെ അമ്മയുടെ ഒക്കെയാണ് ഞാൻ മിക്കവാറും ചെയ്യാറ്. പിന്നെ പറഞ്ഞ പോലെ ചെയ്ത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. അതേസമയം നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ്, അതേപോലെ തമിഴ് റെസിപ്പീസ്, ബാക്കിയുള്ള സ്ഥലത്തെ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ, അതായത് കഴിച്ചിട്ട് ഏകദേശം അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ്. പക്ഷെ പെർഫെക്റ്റ് റെസിപ്പി ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല. ഒരിക്കലും എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കും, അതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഇന്റർനെറ്റിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആലു ടിക്കി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുന്നത് തന്നെ 1000കണക്കിന് ആലു ടിക്കി വരും അല്ലേ, പലരും ചെയ്തിരിക്കുന്ന വെർഷൻസ്. പക്ഷെ നമ്മൾക്കത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഓരോന്നും എടുത്ത് വായിച്ച് നോക്കും. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്, നമ്മളെ ടേസ്റ്റ് ആണെന്ന് ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചിലത് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ അത് ശരിയായി എന്ന് വരില്ല. പിന്നെ അതിനെ നമ്മളുടെ ടേസ്റ്റിലോട്ട് വരുത്താനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഞാനൊരു റെസിപ്പി ചെയ്ത് ചിലപ്പോൾ ഒരു 100 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില സാധനങ്ങൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും ചെയ്ത് അത് എൻ്റെ രീതിയിലേക്ക്, എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ മാജിക്കലായിട്ട് എനിക്ക് ഒരു റെസിപ്പി ഒന്നും ഉണ്ടാകാനുള്ള കഴിവില്ല. ചില റെസിപ്പീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇൻവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ റെസിപ്പി ഇൻവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല കേട്ടോ.
അത് നമുക്കിത് തിരിച്ചിടാം. നല്ലൊരു ഷെയ്ഡ് വരും. ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആലു ടിക്കിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതേസമയം ചിലർ മുളക് പൊടി ഇടാറില്ല, മഞ്ഞപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഭംഗി നമ്മുടെ ആലു ടിക്കിക്ക് കിട്ടില്ല. തിരിച്ചിടാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ടേക്കുന്നത്. ചൂട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഓവറായിട്ട് കരിയാൻ പാടില്ല. അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. ഇപ്പോൾ ഇതിന് ആ പച്ചമുളകും മല്ലിയിലയും തമ്മിൽ നല്ലൊരു കൂട്ടാണ് അവർ. അപ്പോൾ ആ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നല്ലൊരു മണമാണ്. അതായത് പലരും എന്നോട് ചോദിക്കാറ് ചേച്ചിക്ക് മല്ലിയില ഇഷ്ടമല്ലേ. മല്ലിയില ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെതായ റെസിപ്പികളിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. എല്ലാ നാടൻ റെസിപ്പികളിലും മല്ലിയില ഇടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അതിനോട് ഞാൻ യോജിക്കാറില്ല. കാരണം നാടൻ റെസിപ്പി മല്ലിയില ഒരിക്കലും കേരള ഒരു സംഭവമല്ല. അത് വരുത്തനാണ്. അത് പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടാണ് നമ്മുടെ കേരളക്കാരി ആയിട്ടുള്ളതാണ് മല്ലിയില. അതുകൊണ്ട് നാടൻ റെസിപ്പികളിലൊന്നും മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ആ നാടൻ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. ഞാൻ എൻ്റെ കേരള സാമ്പാറിൽ ഒരിക്കലും മല്ലിയില ഇടാറില്ല. അതേസമയം തമിഴ്നാട് ടിഫിൻ സാമ്പാർ ഞാൻ ഉണ്ടാക്കും, അതിൽ മല്ലിയിലയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അത് ഓരോ റെസിപ്പി അനുസരിച്ച് നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ രീതിയിലാവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒത്തൻറ്റിസിറ്റി നമുക്ക് കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൂട് എപ്പോഴും സൂക്ഷിക്കുക. ഒന്ന് ഫ്രൈ ആയെന്ന് ക്രിസ്പി ആയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മക്കളിത് ആലുട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അടുക്കളയിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആലുട്ടിക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും എടുത്തിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മാറ്റട്ടെ. 2 സൈഡും ഒരേ കളർ വന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കുക. അത് അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ചേട്ടൻ്റെ വേർഷനാണ് ഉണ്ടാക്കുന്നത്. അത് ആ പാത്രത്തിലുണ്ട്. അമ്മ ശരിയാക്കി തരാം കേട്ടോ. നന്ദുവിന് മല്ലിയില ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക. അത് എല്ലാം മാറ്റിയിട്ടുണ്ട് അമ്മ. അടുത്ത ബാച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരെണ്ണം ആദ്യം ഫ്രൈ ചെയ്ത് നോക്കാം. ഒരെണ്ണം ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ പൊട്ടാതെയൊക്കെ വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, നന്നായിട്ടുണ്ടാവും. അതേസമയം ചിലത് പിന്നെ പൊട്ടി വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടുതലുള്ളപ്പോഴാണ് ഈ ചില കട്ട്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ പൊട്ടാറുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വാട്ടർ കൂടുതലാണ്. വാട്ടർ കൂടുമ്പോഴാണ് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് വീണ്ടും ഉടച്ച് അതിലേക്ക് ബ്രെഡ് ക്രംസോ അതല്ലാന്നുണ്ടെങ്കിൽ പൊടികളോ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ആ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനോട് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ചേച്ചി നല്ല സംഭവമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേക്കും അതങ്ങ് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഷേപ്പ് ഒന്നും ഇല്ലാത്ത പോലെ ഇതിലത്തെ വെജിറ്റബിൾസ് ഒക്കെ എണ്ണയിലോട്ട് തെറിക്കുന്നു എന്ന് എന്നോട് പല കുട്ടികളും പറയുന്നുണ്ട്. ഓവറായിട്ട് കരിയാനും പാടില്ല, അതൊന്ന് സൂക്ഷിക്കണം. ചിലർ എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ദോശത്തവ ഇല്ലേ, ദോശത്തവയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ആലു ടിക്കി. പക്ഷെ അതിന് കുറേ സമയം പിടിക്കും. കാരണം വെന്ത് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. എണ്ണ തീരെ കുറവാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ തിരക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് സമയമൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാരൊക്കെ ഇത്ര എണ്ണ എടുക്കണ്ട. ജസ്റ്റ് കുറച്ച് എണ്ണ മാത്രം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ദോശത്തവയിൽ ഇതേപോലെ അങ്ങ് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം തിക്നെസ് കൂടുതലാണെങ്കിൽ ഉള്ളിൽ വേവാൻ ടൈം പിടിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതും അതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. ഈസി പീസി കുട്ടികളുടെ പ്രിയപ്പെട്ട ആലു ടിക്കി അല്ലെങ്കിൽ പൊട്ടറ്റോ കട്ട്ലേറ്റ്, എന്ത് പേര് വിട്ട് വിളിച്ചാലും ഈസിയാണ് മാത്രം, അതേസമയം ടേസ്റ്റിയാണെന്നും അറിയാം. അത് ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് പുതിന ചട്നിയാണ്. അപ്പോൾ പുതിന ചട്നിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം തീർച്ചയായിട്ടും. എനിക്കറിയാം നിങ്ങൾ ചോദിക്കുന്നുള്ള കാര്യം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ആദ്യമായിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻകൂട്ടി അടുത്ത റെസിപ്പി അടുത്ത വീഡിയോ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ എന്താണ്, പുതിന ചട്നി. ഓക്കെ, അപ്പോൾ ഞാൻ പുതിന ചട്നിയുടെ കൂടെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പുതിന ചട്നി. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഞാൻ പറയാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. എന്നിട്ട് ഇങ്ങനെ പുതിന ചട്നിയിൽ ഇങ്ങനെ മുക്കുക, അതിനുശേഷം ഇങ്ങനെ കഴിക്കാം. അടിപൊളി. ഓക്കെ, അടിപൊളിയായിട്ട് കേട്ടോ. ഇത്രയുള്ള സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ജാൻ ജോഷ് ഇതാ ഓഫീസിൽ നിന്ന് വന്നു. നിങ്ങൾക്ക് ഒരു കണ്ണിന് കുളിർന്നുള്ള കാഴ്ച കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വേഷത്തില്. ഒരു ജോലി കഴിഞ്ഞ അടുത്ത ജോലി ടേസ്റ്റർ ജോലി അല്ലേ. എന്ത് ചെയ്യാം, ഭാര്യ കുക്കായി പോയി ഇങ്ങനെയല്ല. പാലുട്ടിക്ക് എന്നിട്ട് പറഞ്ഞില്ല. പുതിന ചമ്മന്തിയും ആലുട്ടിക്കയും തണുത്തു. ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു സംഭവമായിരുന്നു.
എനിക്ക് തണുത്ത ഇഷ്ടം. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. എന്റെ കെട്ടിയോൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്ദു 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 ആലു ടിക്കി ട്രൈ ചെയ്യണ്ട. ആത്തു കഴിച്ചു. ആത്തുവിനെ ഞാൻ അതല്ല, അത് അവനില്ലാണ്ട് ഞാൻ മറ്റേ കൊറിയണ്ടർ ലീവ്സ് ഇല്ലാണ്ട് കൊടുത്തായിരുന്നു. അമ്മ തരാം കേട്ടോ. അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ.